ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് മലപ്പുറത്തുള്ള എറാഞ്ഞേച്ചിസിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് എല്ലാത്തിനും സൗകര്യമുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കുന്നതിന് പല ഓഫേഴ്സിലുണ്ട്. ഞങ്ങളൊരു 370 എടുത്തത്. ഞങ്ങളവിടെ നേരെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കിൻ്റെ ഒരു സ്ഥലമാണ്. ഞാനും യാമൻ ചേച്ചിയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ആ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്ക് അതുപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ MES മെഡിക്കൽ കോളേജ് കാണാം. ഞാനിപ്പോൾ അതിനകത്ത് സൂം ചെയ്ത് കാണിക്കുന്നത് MES മെഡിക്കൽ കോളേജ് ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ. അത് അങ്ങ് കാണുന്നത് ഞങ്ങളുടെ MES മെഡിക്കൽ കോളേജാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഫിഷ് സ്പാ ഉണ്ട്. ഞങ്ങളെടുത്ത ആ ഒരു ഓഫറിനകത്ത് ടിക്കറ്റിനകത്ത് നമുക്ക് ഫിഷ് സ്പാ അവൈലബിൾ ആണ്. ഇനി നമുക്ക് പോകേണ്ട സ്ഥലമെന്ന് വെച്ചാൽ നമുക്ക് ബേർഡ്സിനെയാണ് മസ്റ്റായിട്ട് കാണേണ്ടത്. നമ്മൾ ഫസ്റ്റ് ബേർഡ്സിൻ്റെ ആ ഒരു സൈഡ് തപ്പി പോവുകയാണ്. ഇവിടെ ബേർഡ്സിന് വേണ്ടി ഒരു അടിപൊളി ലൊക്കേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമാണ്. അവിടെ പോകുന്ന ആ ഒരു സമയം നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ നമുക്ക് കിട്ടും. ഞാൻ അമ്മച്ചിയുടെ പുറകെ അമ്മച്ചി ഓരോന്നൊക്കെ കാണിച്ച് പോവും. അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തപ്പി താഴെ കുറേ താറാകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ബേർഡ്സ്. ഇവിടെ ബേർഡ്സിനെ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. പക്ഷെ ഇതിനൊന്നും തൊടാൻ പറ്റത്തില്ല, ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് കാണാം, ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി അടുത്തതാണ് നമ്മൾ ബേർഡ്സിനെ ഫീഡ് ചെയ്യിക്കുന്ന സ്പേസിലോട്ട് പോകുന്നത്. ഇവിടെയും നല്ല ലൊക്കേഷനാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അകത്ത് ചെന്നിട്ട് ബേർഡ്സിനെയൊക്കെ എടുക്കാം. അങ്ങനെ കുറച്ച് ബേർഡ്സിനെയൊക്കെ എടുത്ത് നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കും. നമുക്ക് ഫുഡ് കൊടുക്കുക അതിന്. എനിക്ക് പേടിയായിരുന്നു, കാരണം അത് കടിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ആ ഒരു പേടിയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ഫുള്ളും. അതിൻ്റെ ഈ ചുണ്ടുകുളമ്പം കൈയൊക്കെ മുറിയുക എന്നുള്ളൊരു ജസ്റ്റ് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. അതിനെ ആ ചേട്ടനെ എനിക്ക് എടുത്തുതരാൻ വേണ്ടി നിൽക്കുക. പിന്നെ അതിന് ശേഷം പല ഇതുപോലെ തന്നെ ബേർഡ്സിനെയൊക്കെ അവർ കൂട്ടിനകത്തിട്ടേക്കുന്നതൊക്കെയാണ് ഇവിടെ ഒക്കെ ഉള്ളത്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, അല്ല ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ബേർഡ്സാണ് ഇവിടെ. പക്ഷെ നല്ല ഭംഗിയാണ് എല്ലാം. അവിടുന്ന് നമ്മൾ നേരെ പോണത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ കുറച്ച് ആനിമൽസിൻ്റെ സൈഡുണ്ട്, അവിടേക്ക് പോവാം. എല്ലാം കുഞ്ഞി ലവ് ബേർഡ്സിൻ്റെ ഒക്കെ ടൈപ്പ്, തത്ത, ആ ഒരു മോഡൽ എല്ലാം. എനിക്ക് കുറച്ച് നേരം പോസ് ചെയ്ത് നിന്ന ആളാണ് എൻ്റെ ക്യാമറയിൽ, എൻ്റെ ഫ്രെയിമിൽ കുറച്ച് നേരം പോസ് ചെയ്ത് നിന്ന. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ആനിമൽസിനെ കാണാം. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അപ്പുറത്ത് ആടുണ്ട്, ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുങ്ങളെ ഫീഡ് ചെയ്യാം. നമുക്ക് കുഞ്ഞിലെയൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളതാണ്. ആടിനൊക്കെ എന്തെങ്കിലും ഇല കൊടുക്കുക, പ്ലാവല കൊടുക്കുക. നമുക്ക് ആടിനെയൊക്കെ അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റിയ ഏരിയയാണിത്. കുറേ ആട്ടുകുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. കുഞ്ഞിലെയൊക്കെ വീട്ടിൽ ആടുള്ള പോലെ. അവിടെ നിന്ന് നേരെ പോകുന്നത് ഇനി വേറൊരു വലിയ ആളെ കാണാനാണ്. ഞാൻ ഞെട്ടിയാണ് പോകുന്നത്. സർപ്രൈസ്. ഇവിടെ കുറച്ച് കോഴികളും കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള കണ്ടിട്ടില്ലാത്ത കോഴികളുണ്ട്. ഇതാണ് ഒട്ടകം. എല്ലാവർക്കും അറിയാലോ ഒട്ടകത്തിന് നമ്മൾ പ്ലാവല കൊടുക്കണം ഗൈസ്. പാവം ഒട്ടകത്തിൻ്റെ ഗതികേട്. കേരളത്തിൽ വന്നിട്ട് പ്ലാവല തിൻ്റെ അവസ്ഥയാണ്. പിന്നെ അവിടുന്ന് കുറേ ടൈപ്പ് പ്രാവുകൾ. ഈ പ്രാവിന് തലയുണ്ടോയെന്ന് ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു. കുറേ നേരം വീഡിയോ പിടിച്ചു കഴിഞ്ഞ ശേഷമാണ് പ്രാവിൻ്റെ തല ഞാൻ കണ്ടത്. പിന്നെ ഒരു സമയം ഒരു 6:30-7 മണി വരെ അടുക്കുന്ന ടൈമാണ്. എല്ലാം മൂകം അടിച്ചിരിക്കുകയാണ് പ്രാവെല്ലാം. പല വെറൈറ്റി പ്രാവുകൾ, നാടൻ പ്രാവുകൾ, പല വെറൈറ്റിയുള്ള പ്രാവുകൾ എല്ലാം ഉണ്ട് അവിടെ. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം അടുത്തൊരു മെയിൻ ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് യാമിച്ചേച്ചി അവിടെ കയറാതെ പോലും നിൽക്കുന്നത്. സ്നേക്കിൻ്റെ ഹോമിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ആ മുറി പോലും കയറുന്നില്ല. അവിടെ നിന്ന് ഞാൻ കയറൂല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന യാമിച്ചേച്ചിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ വേറെ ചേട്ടൻ പാമ്പിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെടുക്കാൻ ധൈര്യം കൂടുതലായതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ചേട്ടൻ എടുത്തത് വീഡിയോ ഞാൻ എടുക്കണേ. എനിക്ക് ആ റൂമിൽ കയറാൻ പോലും പേടിയായിരുന്നു. ഇവിടെ എലിക്കുഞ്ഞുങ്ങളുണ്ട്. വൈറ്റ് കളറിലെ എലിക്കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വൈറ്റ് കളറിലെ എലിക്കുഞ്ഞിനെയൊക്കെ കാണുന്നത്. ഇത് പാമ്പാണെന്ന് തോന്നുന്നു. ഇവിടെ വൈറ്റ് കളറിലെ എലിക്കുഞ്ഞ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. വൈറ്റ് കളറിലെ പാമ്പുകൾ, കൊഞ്ചിക്കാൻ തോന്നുന്ന ടൈപ്പ് പാമ്പുകൾ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫിഷിൻ്റെ ഒരു ഇതുണ്ട്. വലിയ ഫിഷാണിത്. അതിനെയൊക്കെ നമുക്ക് തൊടാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ.
ഓറഞ്ച് കളറിലും മഞ്ഞ കളിലും മീനൊക്കെ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലുണ്ട് വാട്ടറിന്, പക്ഷേ നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കണ്ടു കഴിഞ്ഞു, നമ്മുടെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ നൈറ്റ് വ്യൂവും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. ഞാൻ ചേച്ചി പോകുന്ന വഴിക്കാണ് ഫിഷ് സ്പാ കണ്ടത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയില്ല, നമ്മൾ അങ്ങോട്ടും ഇപ്പോൾ കയറുക. ചേച്ചിക്ക് എങ്ങനെയും കയറണമെന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഷൂ ഒക്കെ ഊരണം, ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയില്ല. മീനൊക്കെ കൊത്തി മടുത്ത്. അത് കാരണം പിന്നെ നമ്മൾ നിന്നില്ല. നമ്മളപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, ടാറ്റാ.